വളരെ രസകരമായ രീതിയിൽ കൃഷിയെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കർഷകനെയാണ്. അദ്ദേഹം കൃഷിയിലൂടെ ധാരാളം സൗഹൃദങ്ങളും ഒക്കെ സൃഷ്ടിച്ച ഒരു ആളാണ്. അദ്ദേഹം കൃഷിയിൽ വിജയിച്ച സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഉദയകുമാർ എന്നാണ് പേര്. അദ്ദേഹത്തിന് തൃക്കുന്നപ്പുഴയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. കാർത്തികപ്പള്ളി തൃക്കുന്നപ്പുഴയാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹമാണ് പറഞ്ഞ ഉദയകുമാർ എന്ന് പറഞ്ഞ ആൾ. ചിലപ്പോൾ എത്ര ആളായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്? ഇപ്പം ഇവിടെ കൃഷി ചെയ്യുന്നത് ഞാൻ കൃഷി തുടങ്ങിയിട്ട് 16-17 വർഷത്തോളമായി. പിന്നെ ഇവിടെ കൃഷി ഒരു 9-10 വർഷം കൊണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വേറെ 5 ഏരിയയിൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ശരിക്കും ഇൻട്രസ്റ്റ് ആയിട്ട് വന്നതാണോ? കൃഷി എനിക്ക് പണ്ട് മുതലേ ഒരു താല്പര്യമുള്ള ഒരു കേസായിരുന്നു. അതിന് കാരണം വിശപ്പെന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ വളർന്ന ഒരു ആളാണ്. അത് പണ്ട് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അയൽത്തുകാരൊക്കെ ചോദിക്കും, എന്തുമായിരുന്നു ഇന്നത്തെ ആഹാരം? ഞാൻ പറഞ്ഞു പുട്ടാന്ന്. എത്ര കുറ്റി പുട്ട് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 1 കുറ്റി പുട്ട് തരും, പക്ഷേ പൊടി കുറച്ചേ എടുത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ആണ് വളർന്നു വന്നത്. അപ്പോൾ അത് വെച്ച് ഞാൻ കൃഷി രംഗത്തായിട്ട് വരണം എന്ന് വിചാരിച്ചിട്ടിരുന്നു, പക്ഷേ അത് നടന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫർണിച്ചറിൻ്റെ പണിയായിരുന്നുണ്ടായിരുന്നു. ആ ഫർണിച്ചർ പണിയുടെ ഇടയ്ക്ക് കട്ടറിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് വന്ന് കണ്ണിൽ അടിച്ച് വലുത് കണ്ണിൻ്റെ കാഴ്ച അന്നേരം അവിടെ വെച്ച് പോയി. അത് ശരിയാകത്തുമില്ല. അങ്ങനെ ആ ഒരു കണ്ണിൻ്റെ കാഴ്ചയില്ലാതെ വന്നപ്പോഴത്തേക്ക് പണി ചെയ്യാനുള്ള തിട്ടം കറക്റ്റ് കിട്ടുന്നില്ല, അപകടം കൂടുതലാകുന്നു. അപ്പം അങ്ങനെ ഞാൻ കൃഷി രംഗത്തായിട്ട് വന്ന് 2 ഏക്കറിന് മേളിൽ ഉള്ള സ്ഥലമുണ്ട്. അവിടെ മാറി എല്ലായിടവും കൂടെ ഞാൻ ഒന്നിച്ച് കൃഷി ചെയ്തില്ല. ഞങ്ങൾക്ക് വിൽക്കാൻ അത് പാടാണ്. അത് ഒരുപാട് ആളിനൊക്കെ നിർത്തി ചെയ്താൽ അതിന് തക്ക ലാഭമൊന്നും ഉണ്ടാകത്തില്ല. കൃഷി ലാഭം തന്നെയാണ്. നമുക്ക് വിൽക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള കൃഷി ചെയ്യണം. പ്രധാനമായിട്ടും എന്തൊക്കെ കൃഷിയാണ് ചെയ്യാറുള്ളത്? എനിക്ക് മുഴുവൻ പച്ചക്കറി കൃഷി അറിയാം. തക്കാളി, വഴുതന, പച്ചമുളക്, കാന്താരി, പിന്നെ അതുകൂടാതെ വാഴ, പടവലം, പാവൽ, നിത്യവഴുതന, അതുകൂടാതെ പിന്നെ പീച്ചിൽ, പയർ, അങ്ങനെ മുഴുവൻ കൃഷിയും എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ എനിക്കറിയാം. അത് ആരും ചെയ്യാത്ത സമയത്ത് ഞാൻ കൃഷി ചെയ്യും. ഞാൻ ഏപ്രിൽ-മെയ് മാസത്തിൽ പച്ചക്കറിക്കുള്ള തടം തരും. കാരണം ഓണത്തിന് കൊടുത്താൽ നല്ല വില കിട്ടും. ഓണത്തിന് മുന്നേ നല്ല വില കിട്ടും. ഇപ്പോഴും നല്ല പരുവത്തിന് നല്ല വില കിട്ടുന്ന അത് കണക്കാക്കിയാണ് ഏറ്റവും കൂടുതൽ കൃഷി ഞാൻ ചെയ്യാറുള്ളത്. അതുകൊണ്ട് എനിക്ക് നല്ല വിലയും കിട്ടുന്നുണ്ട്. എനിക്ക് ലാഭകരമായിട്ട് തന്നെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്ന ഒരാളാണ്. കൃഷി അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് മാത്രമേ നഷ്ടത്തിൽ കൃഷി ചെയ്ത് പോകുന്നത്. അത് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് നല്ലൊരു അറിവുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 5-8 ലക്ഷം രൂപയോളം കൃഷി ചെയ്ത് കളഞ്ഞ് പഠിച്ച ഒരാളാണ്. അതിൻ്റെ പേരിൽ എനിക്ക് നല്ല ലാഭകരമായിട്ട് പച്ചക്കറി കൃഷിയാണ് എനിക്ക് മെയിനായിട്ടുള്ളത്. പിന്നെ ഇത് ഏത്തവാഴയുണ്ട്, സ്വർണ്ണമുഖി എന്ന് പറയുന്ന ഒരു വാഴ. ആ വാഴയാണെങ്കിൽ ഏകദേശം 30-35 കിലോ ആവറേജ് വരുന്ന ഒരു 100 വാഴ വെച്ചാൽ ഒരു 25 കിലോയുടെ മേളിൽ നമുക്ക് കൂട്ടാം. 39 കിലോയുള്ള കൊല വരെ കിട്ടിയിട്ടുണ്ട്. 2000 ചില്ലറ രൂപ അതിന് ഒരു കൊലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 60 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് കൃഷി ലാഭകരമായിട്ട് തന്നെ. പിന്നെ ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. പിള്ളേരെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നോക്കണം. പിള്ളേരെ നോക്കാൻ നമുക്കറിയാൻ വരുന്നുണ്ടെങ്കിൽ അതിലത്തെ ആൾക്കാരോട് പറഞ്ഞാൽ അവർ നോക്കും, അവർക്ക് അറിയാം. പക്ഷേ ഇത് പച്ചക്കറി കൃഷി, ഈ കൃഷി രംഗം അതല്ല. നമ്മൾ കൃത്യമായി നോക്കി കൃത്യമായിട്ട് അതിന് വേണ്ടിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നന്നായിട്ട് കൃഷി മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. കൃഷി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് എന്താ പറയാനായിട്ടുള്ളത്? ഹൈബ്രിഡ് വിത്ത് തന്നെ ആയിരിക്കണം. ഹൈബ്രിഡ് വിത്തായിരിക്കുമ്പോൾ വിത്തൊക്കെ ഒരുപാട് ഉൽപ്പാദനം നമുക്ക് കിട്ടും. നാടൻ പാവൽ, ഒരു മൂട്ടിൽ പാവൽ അതിൻ്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ 1 കിലോ 1.5 കിലോ പാവയ്ക്ക കിട്ടും. ഹൈബ്രിഡ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നതാണെങ്കിൽ 23 കിലോ 24 കിലോ പാവയ്ക്ക നന്നായിട്ട് നോക്കിയാൽ ഒരു മൂട്ടിൽ കിട്ടും. അപ്പോൾ അത് കണക്കാക്കി നല്ല ഐറ്റം വിത്ത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അത് ഏത് കമ്പനിയുടെയാണ് വിത്ത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ആ വിത്ത് മാച്ച് നമ്മൾ ഇടാൻ. ഇവിടെ ഞാൻ ഇട്ടേക്കുന്നത് മായ എന്ന് പറയുന്ന പാവൽ, വൈറ്റ് ആൻഡ് ഷോർട്ട് എന്ന് പറയുന്ന സലാഡ് കുക്കുംബർ, പിന്നെ സ്നോ വൈറ്റ് എന്ന് പറയുന്ന നല്ലൊരു കമ്പനിയുടെ സലാഡ് കുക്കുംബറാണ്. അത് വൈറ്റ് കളറാണ്. ഏറ്റവും ടേസ്റ്റുള്ള അതാണ്, പച്ചയേക്കാൾ ടേസ്റ്റുള്ള അതാണ്. അതുകൂടാതെ സ്നോ വൈറ്റ് എന്ന് പറയുന്ന പടവലമുണ്ട്. പിന്നെ പീച്ചിൽ അത് ഇടുന്നുണ്ട്. അത് വലിപ്പമുള്ള ഒരൈറ്റം, അതിൻ്റെ പേര് ഞാൻ ഓർത്തിരിക്കുന്നില്ല. പിന്നെ അതുകൂട്ട് തന്നെ സിറ എന്ന് പറയുന്ന മുളക്,
തക്കാളി, ഈ ശങ്കര എന്ന് പറയുന്ന തക്കാളിയുടെ വിത്ത്, അതുകൂട്ട് നല്ല ഐറ്റം വിത്ത് നന്നായിട്ട് ഉണ്ടാകുന്നത് കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് തന്നെ പഠിക്കാൻ നോക്കും. പിന്നെ അതോടൊപ്പം തന്നെ പടവലം, പാവൽ, പീച്ചിൽ, സലാഡ്, കുക്കുമ്പർ, ഇത് നമ്മൾ ഒരാൾ പൊക്കത്തിലുള്ള ഒരു പന്തൽ വേണം. ഇവിടെ പന്തൽ ചെറിയ പ്രശ്നമുണ്ട്, സമയത്ത് നോക്കാൻ വയ്യാവുന്ന അന്ന് ഈ പന്തലെ കയറുന്നിടം വരെ ഒറ്റ വള്ളിയാകാവുള്ളൂ, മെയിൻ വള്ളി മാത്രമാകാവുള്ളൂ പന്തലെ കയറുന്നിടം വരെ. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ചൂല് പോലെ നിൽക്കും, അതേ ഉൽപ്പാദനം വളരെ കുറവായിരിക്കും. ഈ കൃഷിക്ക് ഉപയോഗിക്കുന്ന വളങ്ങൾ ഏതൊക്കെയായിരിക്കും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കോഴിവളത്തിന് അവിടുത്തെ കോഴിവളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കുതിർന്ന് ഉണങ്ങി പൊടിഞ്ഞ് അതിൻ്റെ അകത്ത് ചെറിയ വണ്ട് പോലുള്ള ജീവികളായിട്ട് ഇരിക്കുക, നാറ്റമില്ലാത്തതാണ്, നനവില്ലെങ്കിൽ നാറ്റമില്ലാത്തതാണ്. അത് വാരിയിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീട്ടിൽ പശുവുണ്ട്, പച്ചച്ചാണകവും ഗോമൂത്രവും കൂടെ കലക്കി ലൂസായിട്ട് ഇതിന് ആവശ്യത്തിന് ഊരിയും ഒഴിച്ചാൽ മതി. അത് വേറെ ഒരു വളവും ചെയ്യേണ്ട കാര്യമില്ല, നന്നായിട്ടുണ്ടാവും. രാസവളം ഇടാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വിളവെടുപ്പ് തീരും. അതുകൊണ്ട് രാസവളം കഴിവ് ചെയ്യാതിരിക്കാൻ നോക്കുക. നല്ലത് ജൈവവളം തന്നെ ആണെങ്കിൽ നീണ്ടു നിന്ന് നമുക്ക് വിളവെടുക്കാം. നമുക്കൊരു 3 മാസത്തിന് മേളിൽ വിളവെടുക്കാൻ നോക്കും. സ്വന്തം പ്രോപ്പർട്ടി ആണോ ഇപ്പോൾ കാണുന്ന കൃഷി? ഇപ്പോൾ കാണുന്നതാണ് എൻ്റെ സ്വന്തമായിട്ടുള്ള സ്ഥലമാണ് ഇത്. എൻ്റെ വീട് കാർത്തിപ്പള്ളി കൃഷിഭവൻ്റെ കീഴിലുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഇത് ചെയ്തേക്കുന്നത് തൃക്കുന്നപ്പുഴ കൃഷിഭവൻ്റെ കീഴിൽ ചെയ്തേക്കുന്ന കൃഷിയാണ് ഇത്. എനിക്ക് 6 ഏരിയ ഉണ്ട്. ആ 6 ഏരിയയിലും ഞാൻ മാറി ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. പാട്ടത്തിനൊക്കെ എടുത്തിട്ടുണ്ടോ സ്ഥലം? പാട്ടത്തിന് ഞാൻ 4 ഏക്കറോളം ഞാൻ പാട്ടത്തിന് എടുത്തതാണ്. ഇപ്പം ഒരു എക്കോ ഷോപ്പ്, എൻ്റെ മണ്ണെന്ന് എന്ന് പറഞ്ഞാൽ കർഷക സംഘത്തിന് കിട്ടിയേക്കുന്ന ഒരു എക്കോ ഷോപ്പുണ്ട്. അത് നോക്കാൻ ഇപ്പം എല്ലാം കൂടെ ഒന്നിച്ച് നടക്കുന്നില്ല. അതിൻ്റെ പേരിൽ ഞാൻ ഇപ്പം 2 ഏക്കർ ചില്ലറ ഉള്ള കൃഷി സ്ഥലമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് സ്വന്തം സ്ഥലത്ത് ആണ് ചെയ്തിരുന്നത്. ഇപ്പം ഏകദേശം ഈ വിളവെടുപ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ? നഷ്ടം ഉണ്ടായിരുന്നോ? എനിക്ക് ഈ 5-6 വർഷം കൊണ്ട് ഒരു നഷ്ടവുമില്ല. കൃഷി ചെയ്തതിൻ്റെ അത് എനിക്ക് നാശവും വരുന്നില്ല. ഈ ഭാഗത്ത് തന്നെ ഏകദേശം ഇതിൻ്റെ ഭാരം ഒരു 14 ഇഞ്ചോളം പൊക്കിയെടുത്തേക്കുന്നു. ഇവിടെ വെള്ളം നിൽക്കും എന്നുള്ളത് എനിക്കറിയാം. അല്ലെന്നുണ്ടായിരുന്നെങ്കിൽ ഇത് വെള്ളം നിന്ന് പോയാനെ. ഈ കഴിഞ്ഞ മഴയ്ക്ക് ശരിക്കും ഇവിടെ വെള്ളം നിന്നായിരുന്നു. അന്നേരം മരത്തിന് മേളിലായിട്ട് കയറിയില്ല. അതിൻ്റെ പേരിൽ കുഴപ്പമില്ല. അത് ഇവിടെ നന്നായിട്ട് ലാഭകരമായിട്ടാണ് ഇപ്പം ഇവിടുത്തെ കൃഷി ചെയ്തു പോകുന്നത്. അത് ഉൽപ്പാദനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോ പിടിക്കുന്ന സമയത്ത് ഇന്നലെ പറിച്ചുകൊണ്ട് പോയതിന് ശേഷമാണ് ഈ വീഡിയോ പിടിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നലെ ആയിരുന്നെങ്കിൽ ഒരുപാട് പാവയ്ക്കായും പടവലും ഇതൊക്കെ കിടക്കുന്ന കാണാമായിരുന്നു. പാവയ്ക്കായും പടവലും, സലാഡ്, കുക്കുമ്പർ എല്ലാം മുട്ടയിലും ഒരേ പിടിക്കുന്ന ഐറ്റമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഞാൻ ഇന്ന് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ 2 ദിവസം കഴിഞ്ഞ് വരാമെങ്കിൽ കുറച്ചുകൂടെ വിളവ് എടുക്കുന്നത് കാണാം എന്ന് പറഞ്ഞത് അല്ലേ? ഞാനത് തിങ്കളാഴ്ച ആയിരുന്നെങ്കിൽ ഞാൻ ചൊവ്വാഴ്ച ഒരു കൂട്ടർക്ക് കൊടുക്കണം. അന്ന് ഞാനും പറിച്ചവിടെ വയ്ക്കും. വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കൊടുക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം എത്ര ദിവസം കൂടി ഇരിക്കുമ്പോഴായിരിക്കും വിളവെടുക്കുന്നത്? വിളവെടുക്കുന്നത് 3 ദിവസം, ഏറ്റവും കൂടിയ 3 ദിവസം മതി. 3 ദിവസം കൂടി എടുക്കാൻ പറ്റാവുന്ന വിളവെടുപ്പാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നിടവിട്ട് എടുക്കേണ്ടത്. പയറാണെങ്കിൽ ഒന്നിടവിട്ട് എടുക്കണം. പിന്നെ ചീരയാണെങ്കിൽ ഇനി എന്തുമായാലും 40 ദിവസം ആകുമ്പോഴത്തേക്ക് പൂ വീഴും. അതിന് മുന്നേ പറിച്ച് മാറ്റണം. ഇതൊക്കെ മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കുകയാണോ? ആൾക്കാർ വന്നെടുക്കുമോ? എങ്ങനെയാ? കൊണ്ടു കൊടുക്കുന്ന ഇടമുണ്ട്, ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരുണ്ട്. എക്കോ ഷോപ്പ് നടത്തുന്ന വേറെ കുമാരപുരം കൃഷിഭവൻ്റെ അവിടുന്ന് വന്ന് ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും. അത് അങ്ങനെ നമ്മൾ എന്ത് വേണം നമ്മളെ കൊണ്ട് ഒക്കാവുന്ന അങ്ങോട്ടും ചെയ്യും, മറ്റുള്ള ആൾക്കാർ ഇങ്ങോട്ടും ചെയ്താണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇവിടെയൊക്കെ എങ്ങനെ ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടിങ് ആണോ? ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ മറ്റുള്ള ഒരിടത്തും എൻ്റെ അടുത്ത് അധികം ചൂഷണം നടക്കുന്നില്ല. ആൾക്കാർ അവർക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ. അതിൻ്റെ പേരിൽ ചൂഷണം മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അവരും അടുത്തുള്ള ആൾക്കാരും വന്ന് ഇഷ്ടംപോലെ പച്ചക്കറികൾ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. അവർ പൈസയ്ക്ക് തന്നെ വാങ്ങിച്ചിട്ട് പോകുന്നു. ആയി വരുന്നേ ഉള്ളൂ അല്ലേ? അല്ല, പടവലം 2ാമത്തെ പൂപ്പ് കഴിഞ്ഞ് അടുത്ത ഒന്നുകൂടെ പൂക്കും. സാറിന് 2 പൂപ്പ് നിൽക്കുന്ന. ഓ ശരി.
ഇവിടെ ഉണ്ട് സപ്പോർട്ടൊക്കെ നമ്മുടെ കൃഷി ഓഫീസിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് കിട്ടാറുള്ളത്. അതിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇപ്പം എനിക്കൊരു 2 ചെറിയ പ്രത്യേകത ഉണ്ട്. ഈ കോവിഡ് സമയത്ത് 11 കൃഷിഭവനിലേക്ക് പച്ചക്കറി ഒരു 5-8 ഐറ്റം പച്ചക്കറി കൊടുത്തതും അതുകൂടാതെ ഒരുപാട് കടകളിലേക്ക് പച്ചക്കറി കൊടുത്തതും ഞാനായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തോട്ടിലാണ് കൃഷി ചെയ്യുന്നത്. അത് കരയ്ക്ക് ബെഡ് എടുത്തിട്ട് മുള താത്ത് മേളിൽ നെറ്റ് വലിച്ചു കെട്ടി വെള്ളത്തിലായിട്ടാണ് അവിടുത്തെ കൃഷി ചെയ്യുന്നത്. അവിടെ 1 ഏക്കർ ചില്ലറ കൃഷി അവിടെ ചെയ്യുന്നുണ്ട്. എനിക്ക് അവിടെ 1 ഏക്കർ 10 സെൻറ്റോളമാണുള്ളത്. അവിടെ തന്നെ ഒരു 1.5 ഏക്കറോളം ഞാൻ കൃഷി ചെയ്യും. അത് കുറച്ച് പുറമ്പോക്ക് തോട് കായൽ കിടപ്പുണ്ട്. കായലിലായിട്ടും പടത്തി അങ്ങനെയാണ് അവിടെ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ നല്ല ഉൽപ്പാദനമാണ് അവിടെ ഉണ്ടാകുന്നത്. വെള്ളത്തിൽ കൃഷി ചെയ്താൽ വേറെ ഒരു പ്രത്യേകത കൊണ്ട് കീടങ്ങളുടെ ശല്യം വളരെ കുറവായിരിക്കും. കീടങ്ങൾ വന്ന് പുഴുവൊക്കെ വന്ന് മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി അന്നേരം വെള്ളത്തിലിട്ട് വീണ് അന്നേരം തന്നെ ആ മീൻ വന്ന് തിന്ന് അതും പോകും. അതുകൊണ്ട് കീടങ്ങളുടെ ശല്യം വളരെ കുറവായിരിക്കും വെള്ളത്തിൽ കൃഷി ചെയ്താൽ. ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വിളവെടുക്കാനായിട്ടുള്ളത്? ഇപ്പോൾ ഞാൻ ചെയ്തത് പാവൽ, സലാഡ് കുക്കുംബർ, പീച്ചിൽ, പടവലം, പയർ ഏകദേശം തീരാറായി. ഞാൻ പുതിയ സ്ഥലത്തായിട്ട് ഇപ്പം പയറും സലാഡ് കുക്കുംബറും നിത്യവഴുതനയും ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ വേറെ ഒരു സ്ഥലത്ത് ഞാൻ ബെഡ് എടുത്തിട്ടിരിക്കുകയാണ്. അവിടെ തണ്ണിമത്തനും നെയ്ക്കുമ്പളവും ഇടാൻ വേണ്ടി അവിടെ തടമെടുത്തിട്ടേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചീരയും ഇടും. തണ്ണിമത്തനൊക്കെ ഹൈബ്രിഡ് ആണോ ഉപയോഗിക്കുന്നത്? തണ്ണിമത്തൻ ഹൈബ്രിഡ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് വരുന്ന നെയ്ക്കുമ്പളത്തിന് ഹൈബ്രിഡിൻ്റെ വിത്ത് ഇതുവരെ വന്ന് അറിഞ്ഞിട്ടില്ല. അപ്പം അതിന് ലേശം പൊട്ടാഷ് കൂടുതൽ കൊടുത്ത് ഉൽപ്പാദനം കൂട്ടും. കൃഷി ഇത്രത്തോളം നമ്മളുടെ സ്വാധീനം ഉണ്ടാക്കിയില്ലേ? കൃഷി എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് കുറച്ച് അധികം ശിഷ്യന്മാരുണ്ട്. ഞാൻ അവരെ നന്നായിട്ട് ഇപ്പോൾ അറിഞ്ഞു കൊടുത്ത് അവരുടെ ആദ്യത്തെ വിളവെടുപ്പ് തന്നെ അവർക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോയി കൃഷി ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് എല്ലാവരും കൃഷി ചെയ്യണം. എല്ലാവരും കൃഷി ചെയ്ത് ആദ്യം നഷ്ടം വരും. ഒരു വേലിയേറ്റം വന്നാൽ ഒരു ഇറക്കം വരും. അത് കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് മാറി ആദ്യമൊക്കെ കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ലാഭമാണെന്ന് പറയാനൊന്നുമില്ല. എന്നാലും കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരോട് ചെയ്താൽ ഈ കൃഷി ലാഭകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. എല്ലാവരും കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യം മാറും. ഇപ്പം വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം തമിഴ്നാട്ടിൽ ഇപ്പം വെള്ളപ്പൊക്കമായി. അപ്പോൾ അവിടുന്ന് ഇനിയിപ്പം പച്ചക്കറി പറഞ്ഞാൽ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. കിട്ടിയാൽ തന്നെ വളരെ വില കൂടുതലായിരിക്കും. അപ്പം നമ്മളിവിടെ ചെയ്താൽ നമുക്കിതെല്ലാം കൃത്യമായിട്ട് വിളവെടുത്ത് അതെല്ലാം നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പച്ചക്കറിക്ക് നല്ല ടേസ്റ്റ് വന്നു. പിന്നെ ഇത് സലാഡ് കുക്കുംബർ കഴിച്ചു കഴിഞ്ഞാൽ തൈറോയ്ഡ് മാറും. യൂറിക് ആസിഡിന് കുറവ് കിട്ടും. തൈറോയ്ഡ് മാറുമ്പോഴത്തേക്ക് തൈറോയ്ഡ് വേറെ ഏതെങ്കിലും രോഗത്തോട് അനുബന്ധമായിട്ട് ഉണ്ടാകുന്നതാണ് തൈറോയ്ഡ്. അപ്പോൾ ആ രോഗവും മാറും. അപ്പം അങ്ങനെ നമ്മൾ നല്ല ആഹാരം കഴിച്ച് നമ്മുടെ വയ്യാഴികം നമുക്ക് മാറ്റാൻ നോക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞേക്കുന്നത് അത് ആഹാരം കഴിച്ച് രോഗങ്ങൾ മാറ്റുക, പ്രായം കുറയ്ക്കുക, പ്രായം കൂട്ടുക എന്നുള്ളതാണ്. ഞാനൊരു 10-20 വർഷത്തിന് മുന്നേ റേഡിയോക്കകത്ത് കേട്ടതാണ് ഈ വാർത്ത. അടുത്തേ ഒരു ഓർഗാനിക് ഷോപ്പ് ഉണ്ടല്ലോ നമുക്ക്. ഉണ്ട്. അപ്പോൾ ആ ഷോപ്പ് എന്ന് തുടങ്ങിയതാ? എങ്ങനെയുണ്ട് അവിടുത്തെ കച്ചവടവും കാര്യങ്ങളൊക്കെ? അവിടെ 2 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു തിരുവോണത്തിനന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് അവിടെ ആദ്യമൊക്കെ കച്ചവടം വെച്ച് കുറവായിരുന്നു. അത് കഴിഞ്ഞ് ആൾക്കാർ വന്ന് കണ്ട് വില കുറച്ച് കിട്ടുന്നതനുസരിച്ച് അവർ തന്നെ പരസ്യം ചെയ്ത് അവിടെ ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരുമാതിരി നല്ല കച്ചവടം തന്നെ, ഒരുമാതിരി എന്നല്ല, നല്ല കച്ചവടമാണ് നടക്കുന്നത്. അവിടെ പച്ചക്കറി തൈകൾ നമ്മൾ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട്. അത് ഹൈബ്രിഡിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് ആൾക്കാർ ഒരുപാട് ദൂരം നിന്ന് 10, 25, 30 കിലോമീറ്റർ ദൂരം നിന്ന് വന്ന് ആൾക്കാർ വന്ന് പച്ചക്കറി തൈകൾ വന്ന് വാങ്ങിക്കൊണ്ട് പോരാത്തതിന് നമ്മുടെ പച്ചക്കറി അവിടെ വിൽപ്പനയുണ്ട്. അതുകൂടാതെ കാ പിടിച്ച് നിൽക്കുന്ന പച്ചക്കറികളും മുളക് അതുകൂടുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളവിടെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ ചെടികൾ,
പിന്നെ മറ്റ് സാമഗ്രികൾ ഒരുപാട് അവിടെ ഉണ്ട്. ഒരു 2 ആൾക്കാർക്ക് നന്നായിട്ട് കച്ചവടം ചെയ്യാനുള്ള കച്ചവടം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സീസൺ സമയത്ത് 2 പേര് പോരാതെ വരും. നന്നായിട്ട് ഉള്ള തൈകൾ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ വന്ന് വാങ്ങിക്കും. ഒരുപാട് ആൾക്കാർ അന്ന് അവിടെ വന്ന് വാങ്ങിക്കുന്നു. ഞങ്ങൾ തൈ കൊടുക്കുന്നു 3 രൂപ വിലയ്ക്കാണ് കൊടുക്കുന്നത്. ഈ ഹൈബ്രിഡിൻ്റെ ഏറ്റവും ടോപ്പ് ഐറ്റം. ഇതിൻ്റെ വളവും അവിടെ കൊടുക്കുന്നുണ്ടോ? അവിടെ ഇതിൻ്റെ വളം കേരളത്തിൽ ഒരിടത്ത് പോലും കിട്ടാത്ത ഒരു വളം ഞങ്ങളുടെ കയ്യിലുണ്ട്. കിലോയ്ക്ക് 10 രൂപ. 10 രൂപയ്ക്ക് 1 കിലോ വളം കേരളത്തിൽ ഒരിടത്തും കിട്ടത്തില്ല. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് കട്ടുറുമ്പ് എന്നാണ് പേര്. ആ വളം 10 ഗ്രോ ബാഗിൻ്റെ അകത്ത് അല്ലെങ്കിൽ 15 ഗ്രോ ബാഗിൽ 15 ചട്ടിയിലാണ് ഇടാൻ പറ്റാവുന്ന ഒരു വളമാണ് 1 കിലോയ്ക്ക് 10 രൂപയ്ക്ക് കൊടുക്കുന്നത്. 1 രൂപ പോലും വിലയാകാത്ത രീതിയിൽ കർഷകർക്ക് വേണ്ടി ഞങ്ങൾ ആദ്യം ലാഭമൊന്നും നോക്കാതെ ഞങ്ങൾ കൊടുക്കുകയാണ്. പിന്നെ പോരാഞ്ഞിട്ട് എല്ലുപൊടി 30 രൂപ, സ്റ്റെറാമിൽ 30 രൂപ, വേപ്പൻ പിണ്ണാക്ക് 30 രൂപ, എല്ലാവരും 36, 38, 40 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഒരു തുച്ഛമായ ലാഭം നോക്കിയാണ് ഞങ്ങൾ. അതുകൂടാതെ വേറെ ഒരു പുതിയൊരു വളം ഞങ്ങൾ പച്ചക്കറി തൈകൾ നടാനും വിത്ത് മുളപ്പിക്കാനും ഇവിടെ പറ്റാവുന്ന ഒരു വളം ഞങ്ങൾ ഉടനെ ഇറക്കുന്നുണ്ട്. അതിൻ്റെ പേര് കല്ലു എന്നാണ് ആ വളം. അത് ഏകദേശം ഉടൻ തന്നെ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യും. അത് പേറ്റന്റിനൊക്കെ കൊടുക്കണം. കൊടുക്കണം. പേറ്റന്റിനൊക്കെ കൊടുത്താൽ നമുക്ക് ആനുകൂല്യമൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ അതിൻ്റെ പുറകിൽ നടന്ന സമയം പുഴയായി പോകണ്ട എന്ന് വിചാരിച്ചാണ് പേറ്റന്റൊന്നും കൊടുക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ ശ്രമിക്കണം. നമ്മുടെ ഒരു സൈനിങ് അല്ലേ ഇതൊക്കെ. നമ്മളെ കൊണ്ട് അതിനുള്ള എല്ലായിടത്തും കൂടെ ഈ ഒരു കണ്ണു വെച്ച് ഓടി എത്തിച്ചേരാൻ നോക്കുന്നില്ല. അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. എല്ലായിടത്തും അതിൻ്റെ പിന്നെ പ്രവർത്തിക്കാൻ വീട്ടിൽ അതിന് പറ്റുന്ന ഒരു ചുറ്റുപാട് അല്ല. ഒരു മോളും ഒരു മോനും ആണ്. മോന് വയ്യാത്തതാണ്. അതിൻ്റെ പേരിൽ മോള് +1 പഠിക്കുന്നു. അതിൻ്റെ ആയിട്ടുള്ള ഒരുപാട് പോരായ്മകൾ പിന്നെ പ്രവർത്തിക്കാൻ ഇല്ലാത്തതിൻ്റെ പേരിൽ എന്നെക്കൊണ്ട് ഒക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ്. ഭാര്യയ്ക്ക് സ്കൂളിൽ ജോലിയുള്ളതാണ്. അപ്പം എല്ലാവരിൽ നിന്നും ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നാട്ടുകാരുടെ മുഴുവൻ സപ്പോർട്ടുണ്ട്. കൃഷിവകുപ്പുകാരുടെ മുഴുവൻ, കൃഷിവകുപ്പ് തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ടുള്ള കൃഷിവകുപ്പിൻ്റെ ആൾക്കാരുടെ നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഹൈബ്രിഡ് എന്തെങ്കിലും തൈകളും അല്ലെങ്കിൽ വിത്തുകളും ഒക്കെ നമ്മുടെ ഇവിടുന്ന് കിട്ടുന്നതാണോ? കൃഷി ഓഫീസിൽ നിന്ന് കിട്ടുന്നതാണോ അതോ വെളിയിൽ നിന്ന് വാങ്ങുന്നതാണോ? കൃഷി ഓഫീസിൽ നിന്ന് അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും കിട്ടത്തില്ല. തൈകളൊക്കെ എന്ന് പറഞ്ഞാൽ സീസൺ സമയത്ത് കൃഷിവകുപ്പുകാർക്ക് ഞങ്ങൾ പച്ചക്കറി തൈകളൊക്കെ കൊടുക്കുമായിരുന്നു. അത് ഈ ഹൈബ്രിഡിൻ്റെ തന്നെയാണ്. ഞങ്ങൾ ഈ 3 രൂപയ്ക്കുള്ള തൈ കൊടുക്കുന്നത് നേരത്തെ 2.5 രൂപയ്ക്കായിരുന്നു അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ വില കൂടിയ വിത്തിട്ട് കൊടുക്കുന്ന പടവലം, പാവൽ, സലാഡ്, കുക്കുമ്പർ, മുരിങ്ങ ഇതും കൂടെ ഞങ്ങൾ ചേർത്ത് കൊടുക്കും. നാടിനൊരു വികസനം വരാൻ വേണ്ടി അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. ശരി ശരി. നല്ല രുചിയുള്ള പച്ചക്കറിയാണ് ഇത്. രുചി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും ടേസ്റ്റുള്ള ഐറ്റമാണ് ഈ വൈറ്റ് വരുന്നത്. അതാണ്. മറ്റേന്ന് പറഞ്ഞാൽ വെള്ളം പോലിരിക്കും. നല്ല സ്വാദുള്ള പച്ചക്കറിയാണ്. കുക്കുമ്പറാണത്. നമ്മൾ കഴിവുപോലും ചെയ്യാതെ കഴിക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള കൃഷിയാണ്. ഒരിടത്ത് വാഴക്കൊല വെട്ടിക്കൊണ്ടിരിക്കുക. ഒരു കടയുടെ എക്കോഷോപ്പിൻ്റെ പുറവശത്തൊന്നും വൃത്തിയാക്കാൻ പറ്റില്ല. ഓക്കെ. കുറേ വാഴ, ഒരുപാട് വാഴകളുണ്ടോ അതോ? ഏകദേശം ഞാനൊരു 10-40 വാഴ വെച്ചത്. സ്വർണ്ണമുഖിയാണ്, വിൽക്കാനും പാടാ. ഓക്കെ. അതിൽ 5-6 വെട്ടി. ഇവിടെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഏറ്റവും വലിയ മഴ പെയ്താൽ ഏറ്റവും കൂടുതൽ ഉത്പാദനം ഉണ്ടാവും. ഹരിപ്പാട്ടിൽ നിന്നും തൃക്കണപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടിലെ മഹാദേവികാട് LP സ്കൂളിന് തൊട്ട് മുൻപിലായിട്ട് ഉദയകുമാർ നടത്തി വരുന്ന കാർഷിക വിളകളുടെ വിൽപ്പനയ്ക്കുള്ള ഒരു സ്റ്റാളാണ്. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ ഓർഗാനിക് ഫാമിംഗ്
കാർത്തികപ്പള്ളി കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചാണ്. അദ്ദേഹം സ്വന്തമായി നടത്തുന്ന സ്റ്റാളാണ്. ഇവിടെ ശരിക്കും സെയിലുള്ള പച്ചക്കറിയുടെ ആണോ ഉദ്ദേശിക്കുന്നത്? പച്ചക്കറിയുടെ പിന്നെ മുളക്, തക്കാളി, വഴുതന, പിന്നെ പാവല്, പടവളം, പയർ വിത്ത് കൊടുക്കും, വെണ്ട, അതിൻ്റെ തൈയൊക്കെ കൊടുക്കുന്നുണ്ട്. വെണ്ട പിന്നെ ആളുകൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് വരുത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണെങ്കിൽ തക്കാളി, ഇത് മുളകാണ്, ഇത് കുക്കുംബറിൻ്റെ തൈയാണ്, ഇത് മുളകാണ്, ഇത് വെണ്ട, ഇത് മുളക്, ഇത് മുളക്. ഓക്കെ. മുളകൊക്കെ ഇത് ഏതൊക്കെ ബ്രീഡാണെന്നറിയാമോ? അത് സിറായുടെ ഇപ്പം നമുക്കിവിടെ ഉള്ളതല്ലേ? ഇതൊക്കെ ഇവിടെ എത്ര രൂപയ്ക്കായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക മുളകൊക്കെ? അത് 3 രൂപ. 3 രൂപയാണല്ലേ?